ഈ വീഡിയോയിൽ നമ്മൾ നേരിട്ട് വാർത്തകളിലേക്ക് തന്നെ പോവാം. പ്രധാനമായിട്ട് ഇന്ന് യൂറോപ്യൻ മേഖലയിൽ മൊത്തത്തിൽ ഒരു ഭീതിജനകമായിട്ടുള്ള അന്തരീക്ഷം സൃഷ്ടിച്ചിരിക്കുന്ന മൊറോക്കൻസിൻ്റെ സ്പെയിനിലേക്കുള്ള കടന്നുകയറ്റം. ഇത് പലപ്പോഴായിട്ട് ജനറലൈസ് ചെയ്തുകൊണ്ട് സ്പെയിനിലേക്കുള്ള കടന്നുകയറ്റം എന്നുള്ള നിലയിൽ നമ്മളിതിനെ നോക്കിക്കാണുന്നതിന് പകരം ശരിക്കും വാർത്താമാധ്യമങ്ങളെല്ലാം തന്നെ അങ്ങനെ തന്നെയാണ് ചിത്രീകരിക്കുന്നത്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവർ വലിയ അക്ഷരങ്ങളിൽ ഇസ്ലാമിക് ഇൻവേഷൻ എന്നുള്ള രീതിയിലൊക്കെ ഇവർ വാർത്തകൾ കൊടുക്കുന്നുണ്ട്. എനിവേ അതൊരു പരിധിവരെ നമുക്കതിനെ അംഗീകരിക്കാം. പക്ഷേ ഇതിൻ്റെ ഒരു പശ്ചാത്തലമുണ്ട്, ബാക്ക്ഗ്രൗണ്ട്, ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട്. അത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ സ്പെയിനും അത്ര കണ്ട് ന്യായീകരിക്കത്തക്ക രീതിയിലുള്ള പ്രവർത്തികൾ ചെയ്ത് മുന്നോട്ട് വന്ന രാജ്യമല്ല. ശരിക്കും അവർ കൊളോണിയലിസത്തിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ശരിക്കും സ്പെയിൻ ശരിക്കും നമ്മൾ ഒരു 100 വർഷത്തിന് മുമ്പോ 150 വർഷത്തിന് മുമ്പോ അല്ല, ശരിക്കും പറഞ്ഞാൽ പല നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ വാസ്കോ ഡ ഗാമ ഇന്ത്യയിൽ വന്നതായിക്കോട്ടെ, അതുപോലെ തന്നെ കൊളംബസിനെ ആദ്യം അയച്ച സമയത്തായിക്കോട്ടെ, അതുപോലെ തന്നെ സ്പെയിനും പോർച്ചുഗലും തമ്മിൽ ഈ വിഷയങ്ങളിൽ മത്സരിച്ചായിരുന്നു അവർ കൊളോണിയലിസം മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. ഇനി ഞാനിപ്പോൾ ആ ചരിത്ര പശ്ചാത്തലത്തിലേക്കൊന്നും പോകുന്നില്ല. ആഫ്രിക്കയിലും ഇവർ നടത്തിയ കൊളോണിയലിസത്തിന് കയ്യും കണക്കില്ല. അപ്പോൾ ശരിക്കും ഇപ്പോൾ നിലവിലെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, മൊറോക്കോ എന്ന് പറഞ്ഞാൽ അവരുടെ രാജ്യത്തിൻ്റെ സൊവറൈൻ ലാൻഡ് സ്പെയിൻ നൂറ്റാണ്ടുകളായിട്ട് കൈവശപ്പെടുത്തി വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് അവരുടെ അവകാശവാദം. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് സെയൂട്ട അതുപോലെ മെലീല എന്ന് പറഞ്ഞ 2 പ്രൊവിൻസുകൾ, ശരിക്കും ചെറിയ 2-3 ദ്വീപുകൾ കൂടി ഉണ്ട്, പക്ഷെ എന്നാലും മേജറായിട്ടുള്ള നോർത്ത് ആഫ്രിക്കൻ റീജിയനിൽ ചേർന്ന് കിടക്കുന്ന മൊറോക്കോയുടെ ടോപ്പ് എഡ്ജ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ 2 പ്രൊവിൻസുകൾ സ്പെയിൻ അവരുടെ ടെറിട്ടോറിയൽ ഇൻറ്റഗ്രിറ്റി ആയിട്ട് കീപ്പ് ചെയ്യുന്നതും അവിടെ ശരിക്കും സ്പെയിൻ്റെ ആർമിയെ കൊണ്ട് നിർത്തുന്നതൊന്നും തന്നെ മൊറോക്കോയ്ക്ക് താല്പര്യമില്ലാത്ത വിഷയമാണ്. വർഷങ്ങളായിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ആ പശ്ചാത്തലത്തിലാണ് ശരിക്കും മൊറോക്കോ ഇങ്ങനെ അഗ്രസീവായിട്ടുള്ള ഒരു നടപടി സ്വീകരിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് നമുക്കിതിനെ ചരിത്രപരമായിട്ട് വിലയിരുത്തി കഴിഞ്ഞാൽ ഇതിനെ ഇങ്ങനെയാണ് നോക്കി കാണാൻ പറ്റുന്നത്. അതേസമയം ഞാനിവിടെ വെക്കുന്ന മാപ്പ് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. അതിനകത്ത് ഈ സെയൂട്ട എന്ന് പറഞ്ഞ ആ ഒരു സ്ഥലവും മെലീല എന്ന് പറഞ്ഞ ആ ഒരു ലാൻഡിൻ്റെയും മാപ്പ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇത് ശരിക്കും മൊറോക്കൻ ഏരിയയിൽ കിടക്കുന്ന, ആഫ്രിക്കൻ റീജിയൻ്റെ ഉള്ളിൽ കിടക്കുന്ന 2 ഏരിയകളാണിത്. ആ ഏരിയയാണ് സ്പെയിൻ ഞങ്ങളുടെയാണെന്ന് പറഞ്ഞുകൊണ്ട് വർഷങ്ങൾ മീൻസ് നൂറ്റാണ്ടുകളായിട്ട്, ശരിക്കും നമ്മൾ വർഷം പറഞ്ഞു കഴിഞ്ഞാൽ സെയൂട്ട 1580 മുതലും അതേപോലെ മെലീല 1497 മുതലും സ്പെയിൻ്റെ അധീനതയിലാണ് ഈ 2 സ്ഥലങ്ങളും. പെനോൻറ്റി വലേർ ഗൊമേറ എന്ന് പറഞ്ഞ ഈ സ്ഥലം അതൊരു ചെറിയൊരു ഐലൻഡാണ്. ആ സ്ഥലവും കൂടി സ്പെയിൻ്റെ അധീനതയിലാണ്. അതേതാണ്ട് 1930 മുതൽ സ്പെയിൻ അതിനെ കൈയടക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതായത് ഈ അധിനിവേശം എന്ന് പറയുന്നത് അത് ഒരു സ്റ്റോപ്പ് പോയിന്റിൽ നിലച്ചില്ല. അത് ശരിക്കും പറഞ്ഞാൽ അത് എക്സ്പാൻഡ് ചെയ്തുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ അതായത് 1497 ആയിക്കോട്ടെ, 1580 ആയിക്കോട്ടെ, അതേസമയം 1930 ആയിക്കോട്ടെ, സ്പെയിൻ കൂടുതൽ സ്ഥലങ്ങൾ കയറി പിടിക്കുന്ന ആ ഒരു കൊളോണിയൽ മൈൻഡ് സെറ്റ് തന്നെയാണ് അവർ തുടർന്ന് പോകുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മൾ കമ്പാരിസൺ ഇസ്രായേൽ വെസ് സ്പെയിൻ, കാരണം സ്പെയിൻ്റെ നിലപാട് ഇസ്രായേലിനെതിരാണ്. അതായത് ഇവിടെ രണ്ട് തരത്തിലാണ്. ഇപ്പോൾ ഇതെന്തുകൊണ്ടാണ് ഇസ്രായേലുമായിട്ടൊരു കമ്പാരിസൺ നമ്മൾ ചെയ്യേണ്ടി വരുന്നത് പറഞ്ഞാൽ, ഇസ്രായേലിൻ്റെ നിലപാടിന് എതിരാണ് സ്പെയിൻ്റെ നിലപാട്. ഇസ്രായേലിനെതിരെ വളരെ ശക്തമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുകയും വെപ്പൺ എംബാർഗോ വരെ പ്രഖ്യാപിച്ച രാജ്യമാണ് സ്പെയിൻ. അപ്പോൾ ഇപ്പം ഈ ഫാർ ലെഫ്റ്റിസ്റ്റ് ഐഡിയോളജി കൊണ്ട് നടക്കുന്ന പെഡ്രോ സാൻസിന് എന്താണ് സംഭവിച്ചത്? പെഡ്രോ സാൻഡേഴ്സ് ഇപ്പോൾ പറയുകയാണ്, ഞങ്ങൾ 25,000 മൊറോക്കൻ ഇൻവേഡേഴ്സിനെ ഞങ്ങൾ അറസ്റ്റ് ചെയ്ത് അവരെ തിരിച്ച് മൊറോക്കോയിൽ ഇതിനെ എത്തിച്ചിട്ടുണ്ട് എന്നുള്ള വാദങ്ങളൊക്കെ പെഡ്രോ സാൻസ് അവിടെ നിന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇതൊന്നും പ്രസക്തമായിട്ടുള്ള യഥാർത്ഥത്തിൽ അവിടെ നടക്കുന്ന വിഷയങ്ങളുമായിട്ട് പൊരുത്തപ്പെടുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. കാരണം ഇപ്പോഴും ഞാൻ ഈ വാർത്ത പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് കൂടി ഇൻവേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓൾമോസ്റ്റ് 89,000 മൊറോക്കൻ യങ്സ്റ്റേഴ്സ് സ്പെയിൻ്റെ ഉള്ളിലേക്ക് കടന്നു കയറിയിട്ടുണ്ടെന്നാണ് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ദ്വീപുകളിൽ ഉൾപ്പെടെ ഇവർ നീന്തി കയറുകയാണ്. അതേപോലെ തന്നെ സ്പെയിൻ വർഷങ്ങളായിട്ട്, നൂറ്റാണ്ടുകളായിട്ട് കൈവശം വെച്ചിരിക്കുന്ന അവരുടെ ടെറിട്ടോറിയൽ ഇൻറ്റഗ്രിറ്റി എന്നുള്ള രീതിയിലൊക്കെ വിശേഷിപ്പിക്കുന്ന, അതുപോലെ തന്നെ യൂറോപ്പിൻ്റെ എക്സാക്ട്ലി ബോർഡർ ലൈൻ എന്ന് വിശേഷിപ്പിക്കുന്നത് സ്പെയിൻ്റെ ഈ സ്ഥലങ്ങളാണ്. ഇന്ന് സ്പെയിനിന് സംഭവിച്ചത് നാളെ ഫ്രാൻസിലും സംഭവിക്കാം. അപ്പോൾ യൂറോപ്പ് മൊത്തത്തിൽ ഒരു അൺസർട്ടനിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്, ഒരു പേടി അവർക്ക് തോന്നുന്നുണ്ട്. അതായത് ഒരു കാലഘട്ടത്ത് യൂറോപ്യൻസ് കൊളോണിയൽ മൈൻഡ് സെറ്റോട് കൂടി കോളനൈസ് ചെയ്ത് വെച്ചിരുന്ന ആഫ്രിക്കൻ റീജിയനിൽ നിന്നും ആൾക്കാർ കടന്നു കയറി വരികയാണ്. ഇത് ശരിക്കും യൂറോപ്പിനെ ഒന്ന് ഇരുത്തി ചിന്തിപ്പിക്കുന്നുണ്ട്. ഇനി ഇവിടെ ഇസ്രായേലിൻ്റെ കാര്യം ഞാൻ എന്തിനാണ് കമ്പയർ ചെയ്യുന്നത് പറഞ്ഞാൽ, ഇസ്രായേലിനെതിരായിട്ടുള്ള നിലപാടാണ് സ്പെയിനിനുള്ളത്.
അമേരിക്കയ്ക്കെതിരായിട്ടുള്ള നിലപാടാണ് സ്പെയിൻ ഇപ്പം സ്വീകരിക്കുന്നത്, പ്രത്യേകിച്ച് ഇറാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലൊക്കെ. ഇതിലൊക്കെ തന്നെ ഈ ഫാർ ലെഫ്റ്റിസ്റ്റ് ഐഡിയോളജിയാണ് സ്പെയിനിൻ്റെ പെഡ്രോ സാൻസ് മുന്നോട്ട് വെക്കുന്നത്. സ്പെയിനിൻ്റെ നാഷണൽ സെക്യൂരിറ്റിക്ക് ഒരു ത്രെട്ട് ഉണ്ട്, അതുകൊണ്ട് അവിടെ നാഷണൽ എമർജൻസി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇത്രയ്ക്കും ഈ കടന്നു കയറി വരുന്ന മൊറോക്കൻസ് അവർ നിരായുധരാണ്, അവരുടെ കയ്യിൽ ആയുധങ്ങളില്ല. അവർ വെള്ളത്തിലൂടെ നീന്തി ഉടുപ്പൊക്കെ ഊരിയിട്ടിട്ട് ബർമുഡാസ്, അതേപോലെ വെറും പാൻസ്, അണ്ടർവെയർസ് ഇത് മാത്രം ധരിച്ചുകൊണ്ടാണ് കയറി വരുന്നത്. സോ അവരുടെ കയ്യിൽ ആയുധങ്ങളില്ല. അപ്പം എന്നിട്ടും അവിടെ ഇപ്പം വരെ സോഫാർ വെള്ളിയാഴ്ച ടു ശനിയാഴ്ച ആ ഒരു രാത്രി മിഡ്നൈറ്റ് വരെ ശരിക്കും 58 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ആയുധമില്ലാതെ ഇല്ലീഗലായിട്ട് കടന്നു കയറി വരുന്ന എമിഗ്രൻറ്റുകൾക്കെതിരെ ഇവർ ടാങ്കുകളൊക്കെ കൊണ്ട് നിർത്തി വെച്ചിട്ടുണ്ട്. അതേപോലെ സെക്യൂരിറ്റി ഫോഴ്സിനെ ഇവർ ഉപയോഗിക്കുന്നുണ്ട്. പല സ്ഥലങ്ങളിലും വെടിവെപ്പ് നടന്നിട്ടുള്ളതായിട്ടുള്ള വാർത്തകളും വരുന്നുണ്ട്. പക്ഷേ ഈ കയറി വരുന്ന ആൾക്കാരുടെ കയ്യിൽ ആയുധങ്ങളില്ല. എന്നിട്ടും സ്പെയിൻ ഇത്തരത്തിലുള്ള റിട്ടാലിയേറ്ററി മെഷേഴ്സ് എടുക്കേണ്ടി വരുന്നു. നാഷണൽ എമർജൻസി ആണെന്ന് പറയുന്നു, തീവ്രവാദപരമാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ സ്പെയിൻ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നോക്കൂ, ഇസ്രായേലിൻ്റെ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ ആയുധധാരികളായിട്ടുള്ള തീവ്രവാദികൾ ഫണ്ടമെൻ്റൽ ഐഡിയോളജീസും കൊണ്ട് ഇസ്രായേലിൻ്റെ ഉള്ളിൽ തീവ്രവാദ ആക്രമണം നടത്തുകയും അതും അതിക്രൂരമായ നിലയിലുള്ള തീവ്രവാദ ആക്രമണങ്ങൾ നടപ്പിലാക്കുന്ന ഹമാസിനെതിരെയാണ് ഇസ്രായേൽ കൃത്യമായിട്ട് അവരുടെ ഡിഫൻസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ട്രെയിൻഡ് മിലിറ്ററി ഫോഴ്സിനെയാണ് സ്പെയിൻ എതിർക്കുന്നത്. ഇപ്പോൾ സ്പെയിൻ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ സ്പെയിൻ ശരിക്കും പറഞ്ഞാൽ 2 സ്റ്റേറ്റ് പോളിസിയാണ് അവിടെ കൊണ്ടുവരേണ്ടത്. ശരിക്കും ഇപ്പം ഇസ്രായേലിനോട് 2 സ്റ്റേറ്റ് പോളിസി ആവശ്യപ്പെടുന്ന സ്പെയിൻ ശരിക്കും അവരവിടെ 2 സ്റ്റേറ്റ് പോളിസി കൊണ്ടുവരണം. അതായത് ഈ സെയൂട്ട, മെലീല പോലത്തെ ആ സ്റ്റേറ്റുകളെല്ലാം അവർ സെപ്പറേറ്റ് ചെയ്തിട്ട്, ആ പ്രൊവിൻസുകളെല്ലാം അവർ സെപ്പറേറ്റ് ചെയ്ത് ഒരു സ്പെഷ്യൽ രാജ്യമായിട്ട് മാറ്റി തീർക്കണം. എന്നിട്ട് ഇവർ ബോർഡറും കാര്യങ്ങളൊക്കെ വെച്ച് കൃത്യമായിട്ട് ഇവരുടെ ആ ഒരു പോളിസി ഇംപ്ലിമെന്റ് ചെയ്ത് കൊണ്ടുപോകണം. അല്ലാന്നുണ്ടെങ്കിൽ ഇസ്രായേലിനെ കൺടെംപ്റ്റ് ചെയ്യുന്ന അതേ സ്റ്റേറ്റ്മെന്റ് സ്പെയിനിന് വേണ്ടിയിട്ട് സ്പെയിൻ ഉപയോഗിക്കേണ്ടി വരും. മനസ്സിലാക്കിക്കോണം, സ്പെയിനിന് വേണ്ടിയിട്ട് സ്പെയിൻ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടി വരും. ഇസ്രായേലിന് എന്താണോ സ്പെയിൻ കൊടുക്കുന്ന ഉപദേശം, ആ ഉപദേശം സ്വന്തം രാജ്യത്തിലേക്ക് അവർ ഇംപ്ലിമെന്റ് ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലാണ് സ്പെയിൻ ഇന്ന് എത്തിപ്പെട്ടിരിക്കുന്നത്. യൂറോപ്പിലെ പല രാജ്യങ്ങൾക്കും ഈ ഫോർമുല ആപ്ലിക്കബിൾ ആണ്. ഇത് ശരിക്കും വളരെ ശക്തമായി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇതിനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ വിഷയം ഇങ്ങനെ തന്നെ നമുക്ക് പറഞ്ഞു വെക്കേണ്ടി വരും. ലെറ്റ്സ് സേ ഇപ്പോൾ യൂറോപ്പിലേക്ക് ഇസ്ലാമിക് ഇൻവേഷൻ നടന്നു, അല്ലെങ്കിൽ ഇതേപോലെ അറബ് രാജ്യങ്ങളിൽ നിന്ന് നിരവധി പേര് ഇതേപോലെ അറബ് വസന്തത്തിലൂടെ കടന്നു കയറിയ ആൾക്കാരിലൂടെ ഇസ്ലാമിക ഭീകരവാദമായിക്കോട്ടെ, അതേപോലെ തന്നെ റിലീജിയസ് എക്സ്പാൻഷൻ അത് സംഭവിച്ചിട്ടുണ്ട് യൂറോപ്പിൻ്റെ ഉള്ളിൽ. അതൊരു യാഥാർത്ഥ്യമാണ്. അതിന് പല രാജ്യങ്ങളും യൂറോപ്പിൽ വിറ്റ്നസ്ഡ് ആണ്. UK ആയിക്കോട്ടെ, യൂറോപ്പിൽ പല രാജ്യങ്ങളും. പക്ഷേ അതിനെ ഇത്തരത്തിലുള്ള അഗ്രസീവായിട്ടുള്ള ഇല്ലീഗൽ ഇമിഗ്രേഷൻ പ്രൊമോട്ട് ചെയ്യുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ സ്പെയിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടും കൂടി ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് മാത്രമേ ഈ വിഷയത്തിനെ നമുക്ക് വിശകലനം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതാണ് ഞാനിവിടെ പറഞ്ഞു വെച്ചത്. കാരണം ഇതിന് മറ്റൊരു സൈഡും കൂടി ഉണ്ട് എന്നുള്ളത് നമ്മൾ അറിയണമല്ലോ. ഇനി നേരെ ഗാസയിലേക്ക് വരാം. ഗാസയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ട്രംപ് സെക്കൻഡ് ഫേസ് ഓഫ് പീസ് പ്ലാനിലേക്ക് ഒരു പ്രൊപ്പോസൽ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ലെവൽ ഓഫ് പീസ് പ്ലാൻ ഗാസയുടെ പുതിയ ഭരണസമിതി, ഇത് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. ഇവരിപ്പോൾ എന്താണ് പ്ലാൻ ചെയ്യുന്നത് പറഞ്ഞാൽ, ശരിക്കും ഡിസാർമെൻറ്റിന് ഞങ്ങൾ തയ്യാറാണെന്നാണ് ഗാസയുടെ നിലവിലെ ഭരണകൂടം പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇപ്പം ഈ ഡിസാർമെൻറ്റ് എവിടെയാണ് സംഭവിക്കാൻ പോകുന്നത് പറഞ്ഞാൽ, ഈ ഡിസാർമെൻറ്റ് നടപ്പിലാക്കുന്ന ആ ഒരു സമിതി അത് ശരിക്കും പറഞ്ഞാൽ ഇൻ്റർനാഷണൽ സ്റ്റെബിലൈസേഷൻ ഫോഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഈജിപ്റ്റ്, തുർക്കി, പാകിസ്ഥാൻ ഇത്തരത്തിലുള്ള രാജ്യങ്ങളുമായിട്ട് ചേർന്ന് ഈ രാജ്യങ്ങളൊക്കെ കൂടി ചേർന്നുള്ള ഒരു ഫോഴ്സാണ് ഗാസയ്ക്കുള്ളിൽ വരാൻ പോകുന്നത്. ഈ രാജ്യങ്ങളിലെ ഒരു രാജ്യത്തിനെ പോലും ഇസ്രായേലിന് വിശ്വാസമില്ല. ഇപ്പോൾ ഇവിടെ ഇസ്രായേൽ കൃത്യമായിട്ടൊരു ഡിസിഷൻ എടുക്കേണ്ട മൊമെന്റിലേക്ക് എത്തിപ്പെട്ടിരിക്കുകയാണ്. അത് പ്രത്യേകിച്ച് ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ വാഷിംഗ്ടൺ DC സന്ദർശനം കഴിഞ്ഞ പാട് തന്നെ ട്രംപ് അടുത്തൊരു ചെക്ക് മേറ്റ് എന്നുള്ള നിലയിൽ ഇസ്രായേലിൻ്റെ മുന്നിലേക്ക് എടുത്തു വെച്ചിരിക്കുകയാണ് ഈ ഒരു പോയിന്റ്. എന്നിട്ട് ട്രംപ് ഇതിനകത്തൊരു മിസ്റ്റേക്ക് കാണിച്ചിട്ടുണ്ട്. ആ മിസ്റ്റേക്ക് എന്താണെന്ന് പറഞ്ഞാൽ, ഗാസയിൽ ഹമാസ് ഡിസാർമെന്റ് നടത്തുന്നത് ഇസ്രായേലിൻ്റെ മുന്നിലല്ല, ശരിക്കും അത് ഇന്റർനാഷണൽ സ്റ്റെബിലൈസേഷൻ ഫോഴ്സിന്റെ മുന്നിലാണ്. ഇസ്രായേലിന് ഇപ്പോൾ ഇതിനകത്ത് യാതൊരു റോളും ഇല്ല. ഇസ്രായേൽ ശരിക്കും പറഞ്ഞാൽ ഹമാസ് ഡിസാർമെന്റ് നടത്തി കഴിഞ്ഞാൽ ഉടനെ തന്നെ IDF ട്രൂപ്പിനെ പിൻവലിക്കണം എന്നുള്ള നിലപാടെടുത്തതായിട്ടാണ് പൊതുവിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. പക്ഷേ ഇതിനെതിരെ ഇസ്രായേലിന് ശക്തമായിട്ടുള്ള വിയോജിപ്പുണ്ട്. കാരണം ഈ ഡിസാർമെന്റ് നടന്നു കഴിഞ്ഞാൽ യെല്ലോ ലൈനിൽ നിന്നും മാറിപ്പോണം എന്നുള്ള നിർദ്ദേശങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഗാസയെ അത്തരത്തിൽ എളുപ്പത്തിൽ ഇസ്രായേൽ ഫ്രീ ആക്കി കൊടുക്കുമോ എന്ന് ചോദിച്ചാൽ ഇല്ല.
ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ശക്തമായിട്ട് IDF ട്രൂപ്പിനെ ഉള്ളിൽ തന്നെ നിലനിർത്തിയിരിക്കും. അത് ഇന്റർനാഷണൽ സ്റ്റെബിലൈസേഷൻ ഫോഴ്സ് അവിടെ വന്നാലും അതിൻ്റെ ഇന്റർണൽ സെക്യൂരിറ്റി എന്നുള്ള നിലയിൽ ഞങ്ങൾ അതിനെ മോണിറ്റർ ചെയ്യും. കാരണം ഞങ്ങൾക്ക് പൂർണ്ണമായിട്ട് ഒരു സ്റ്റെബിലൈസേഷൻ ഫോഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പീസ് ഫോഴ്സിന്റെ കയ്യിൽ ഇത് ഏൽപ്പിച്ചിട്ട് പോകാൻ കഴിയില്ല. അതിന് ഉദാഹരണം ലെബനനിലെ ഇതേ വിഷയം ഞങ്ങൾ 2006 2007 UN കീഴിൽ വിട്ടിട്ട് പോയപ്പോഴാണ് വീണ്ടും ലെബനന്റെ ഉള്ളിൽ നിന്നും ഞങ്ങൾക്ക് ഇത്രമാത്രം ആക്രമണങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നതും ഇപ്പോഴും ഞങ്ങൾ ആ യുദ്ധം റീസ്റ്റാർട്ട് ചെയ്ത് ഒന്നേന്ന് പണം മുടക്കി നടത്തേണ്ടി വന്നതും. സോ ഞങ്ങൾക്ക് അവിടെ എക്സ്പെൻസസ് വളരെ കൂടുതലാണ്. അതും പോയിട്ട് ഞങ്ങൾക്ക് നിരവധി ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. സോ അതിന് ഞങ്ങൾ ഇനി ഒരു ഓപ്ഷൻ കൊടുക്കില്ല. തീർച്ചയായിട്ടും ഇസ്രായേലിൻ്റെ ഒരു സെക്യൂരിറ്റി ഫോഴ്സ് ഗാസയ്ക്കുള്ളിൽ ഉണ്ടാവും. അവരുടെ നിരീക്ഷണവും കൂടി അവിടെ ആവശ്യമുണ്ട്. ഈ ഡിസാർമെന്റ് ഹമാസ് നടത്തുന്നത് അത് കൃത്യമായിട്ട് ഉറപ്പുവരുത്തണം. ആര് ഉറപ്പുവരുത്തും? ഞങ്ങൾക്ക് തുർക്കിയോ പാകിസ്ഥാനെയോ അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് വരുന്ന രാജ്യങ്ങളെ ഒന്നും ഞങ്ങൾക്ക് വിശ്വസിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. ഇതാണ് ഇസ്രായേലിന്റെ നിലപാട്. ഇവിടെ ട്രംപും നെതന്യാഹുവും തമ്മിൽ ചെറിയ അഭിപ്രായ വ്യത്യാസമുള്ളതായിട്ട് വാർത്തകൾ വരുന്നുണ്ട്. തീർച്ചയായിട്ടും ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട വിഷയം അമേരിക്ക തീർച്ചയായിട്ടും അത് ഇസ്രായേലിന്റെ സൈഡിലേക്ക് തന്നെയായിരിക്കും കൂടുതൽ മുൻതൂക്കം കൊടുത്ത് ഇത് പരിഹരിക്കാൻ പോകുന്നത്. അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഗ്ലോബൽ മീഡിയ ഇതിനെ പലതരത്തിൽ നറേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമുക്ക് ഇതിനെ ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നത് തീർച്ചയായിട്ടും അമേരിക്ക ഈ വിഷയത്തിൽ, പ്രത്യേകിച്ച് ഇസ്രായേലാണ് ഹമാസിന്റെ തീവ്രവാദ ആക്രമണം ഏറ്റുവാങ്ങിയ രാജ്യം. അപ്പോൾ തീർച്ചയായിട്ടും ആ രാജ്യത്തിന്റെ കൺസെന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ നിലയ്ക്കാണ് ഈ വിഷയം ഇപ്പോൾ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ പല ലോകരാജ്യങ്ങളും, പ്രത്യേകിച്ച് ഹമാസിനെ പിന്തുണയ്ക്കുന്ന അതേപോലെ തന്നെ ഫ്രീ പാലസ്തീൻ സംഘടനയെ പിന്തുണയ്ക്കുന്ന പല രാജ്യങ്ങളും ട്രംപിന്റെ ഈ തീരുമാനത്തിനെ വെൽക്കം ചെയ്ത് കഴിഞ്ഞു. അപ്രിസിയേഷൻ നോട്ടൊക്കെ ഓൾറെഡി അയച്ചു കഴിഞ്ഞു. അഡ്വാൻസ് ആയിട്ട് തന്നെ അയച്ചു കഴിഞ്ഞു. അവരൊക്കെ ഇത്തരത്തിലുള്ള ഒരു ഓപ്പർച്യൂണിറ്റി എപ്പോൾ വരും എന്ന് കാത്തിരിക്കുന്ന രാജ്യങ്ങളാണ്. സോ അവിടെ ഇസ്രായേലിന്റെ നിലപാടിനെ മുഖവിലേക്കെടുക്കാതെ പല രാജ്യങ്ങളും അപ്രിസിയേഷൻ അറിയിച്ചു കഴിഞ്ഞു. ഇൻക്ലൂഡിങ് ഇന്ത്യ ഉൾപ്പെടെ ട്രംപിന് അഭിനന്ദനങ്ങൾ അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇസ്രായേലിന്റെ കൺസെന്റ് ഇതുവരെ വന്നിട്ടില്ല. ഇനി നമ്മൾ ഇറാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഇറാൻ ശരിക്കും തുടരെ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. അമേരിക്ക എഫക്റ്റീവായിട്ടുള്ള ഓപ്പറേഷൻസ് നടത്തുമ്പോഴും ഇറാൻ ശരിക്കും കുവൈറ്റിൻ്റെ ഉള്ളിൽ ചൈനീസ് കമ്പനിക്ക് നേരെ ആക്രമണം നടത്തി ഒരു ചൈനീസ് യുവാവ് കൊല്ലപ്പെട്ടതായിട്ടുള്ള വാർത്തയും വരുന്നുണ്ട്. അതിനെതിരെ ചൈന കുവൈറ്റിനെ ഉപദേശിച്ചിട്ടുണ്ട്. പക്ഷേ അവർ ഇറാനെതിരെ കണ്ടംപ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല. അവർ പറഞ്ഞിരിക്കുന്നത് കുവൈറ്റ് ഞങ്ങളുടെ പൗരന്മാർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കണം എന്നുള്ള ഒരു നിർദ്ദേശമാണ് ചൈനയിൽ നിന്ന് വന്നിരിക്കുന്നത്. നേരെ മറിച്ച് ആക്രമണം നടത്തിയ ഇറാനെതിരെ ഒരു തരത്തിലുള്ള പ്രതിഷേധവും അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള കണ്ടംനേഷനും ചൈന രേഖപ്പെടുത്തിയിട്ടില്ല. അത് ശ്രദ്ധേയമാണ്. അതേസമയം ജോർദാൻ്റെ അമേരിക്കൻ ബേസിലേക്കും വീണ്ടും അതായത് വെള്ളിയാഴ്ച രാവിലെ ഇറാൻ അറ്റാക്ക് നടത്തിയിട്ടുണ്ട് കുവൈറ്റിലേക്ക്. അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ജോർദാൻ്റെ ഉള്ളിലേക്ക് അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. വൈകുന്നേരം സ്റ്റേറ്റ് ഓഫ് ഹോർമോസിൻ്റെ അടുത്ത് 2 കപ്പലുകൾ ആക്രമിച്ചിട്ടുണ്ട് ഇറാൻ. അത് മാത്രമല്ല F-35 വരെ എക്സ്പോസ്ഡ് ആണ്. ഞങ്ങളുടെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ടു പോകാൻ കഴിയില്ല എന്നുള്ള തരത്തിലുള്ള ഭീഷണിയൊക്കെ ഇറാൻ ഉയർത്തുന്നുണ്ട്. ഇവിടെ 2 തരത്തിലാണ് നമ്മൾ അമേരിക്കയുടെ ഇത്തരത്തിലുള്ള ഒരു സ്ലോ മൂവ്, അതായത് കഴിഞ്ഞ ഒരു 2-3 ദിവസം അഗ്രസീവായിട്ട് അമേരിക്ക അറ്റാക്ക് നടത്തിയിട്ട് വീണ്ടും ഒരു സ്ലോ ഫേസിലേക്ക് മാറുകയാണ്. അതിനെ 2 വിഷയവുമായിട്ടാണ് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കേണ്ടത്. അതിലൊന്ന് ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട വിഷയം. ഉക്രൈനിന് നാറ്റോ സബ്മിറ്റിൽ വെച്ചിട്ട് ട്രംപ് ഞങ്ങൾ പാട്രിയോട്ട് എയർ ഡിഫൻസ് സിസ്റ്റം അതിൻ്റെ ഇൻ്റർസെപ്റ്റേഴ്സ് നിർമ്മിക്കാനുള്ള പെർമിഷൻ ഞങ്ങൾ ഉക്രൈന് കൊടുക്കുന്നു. ജപ്പാനിലെ മിത്സുബിഷി എന്ന് പറഞ്ഞ കമ്പനി അത് ഏറ്റെടുത്ത് നടപ്പിലാക്കും എന്നുള്ള തരത്തിലുള്ള വാർത്തകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ട്രംപ് പറയുന്നത് അതിനെക്കുറിച്ച് ടൈം വേണം, അത് തികച്ചും ഞങ്ങൾക്ക് താല്പര്യമുണ്ട്, എന്നാലും അതിപ്പോൾ ഉടനെ നടക്കില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഉടനെ നടക്കില്ല എന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇമ്മീഡിയറ്റ് ആയിട്ട് പാട്രിയോട്ട് എയർ ഡിഫൻസ് സിസ്റ്റത്തിൻ്റെ മിസൈലുകൾ ഇൻ്റർസെപ്റ്റേഴ്സ് ഉക്രൈന് ഡെലിവറി ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട് അമേരിക്കയുടെ പക്ഷത്ത്. അത് ശരിക്കും പറഞ്ഞാൽ ഇറാൻ അതിനെ മനസ്സിലാക്കുന്നത് അമേരിക്കയുടെ വെപ്പൺ ഷോർട്ടേജ്, അതുകൊണ്ടാണ് അമേരിക്ക ഇത്തരത്തിൽ ഒളിച്ചു കളിക്കുന്നത് എന്നാണ് ഇറാൻ്റെ ഉള്ളിൽ മീഡിയ ഇങ്ങനെയാണ് പബ്ലിഷ് ചെയ്യുന്നത്. അമേരിക്കയെക്കുറിച്ച് മോക്കുകയാണ് അവർ. അതേസമയം റഷ്യക്ക് ഇതൊരു ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം ഉക്രൈന് എയർ ഡിഫൻസ് സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന ഇൻ്റർസെപ്റ്റേഴ്സിൻ്റെ ഷോർട്ടേജ് ഉള്ളത് കൊണ്ട് തന്നെ അത് ഉക്രൈൻ്റെ ഉള്ളിൽ എത്താത്തത് കൊണ്ട് റഷ്യക്ക് അയക്കുന്ന മിസൈലുകളെല്ലാം സക്സസ്ഫുള്ളി ടാർഗറ്റിൽ എത്തിക്കാൻ സാധിക്കും. അതും ഇവിടെ വളരെ ശ്രദ്ധേയമായിട്ട് നോക്കിക്കാണേണ്ട വിഷയമാണ്. ഡിനിപ്രോ മേഖലയിൽ റഷ്യ മാരകമായിട്ടൊക്കെ ഉക്രൈൻ്റെ ഉള്ളിൽ നടത്തിയിട്ടുണ്ട്. ഇത്തരത്തിൽ ഇനി റഷ്യ വളരെ എഫക്റ്റീവായിട്ട് ഉക്രൈൻ്റെ ഉള്ളിൽ ആക്രമണങ്ങൾ നടത്തും. അതായത് ഇതിനു മുമ്പും നടത്തിക്കൊണ്ട് തന്നെയാണ് ഇരുന്നത്. പക്ഷെ അതേസമയം ഇന്റർസെപ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉക്രൈനിന് കുറഞ്ഞതുകൊണ്ട് തന്നെ
തീർച്ചയായിട്ടും റഷ്യ ഡോമിനേറ്റഡ് ആയിട്ടുള്ള അറ്റാക്ക് നടത്താൻ ഇത് സെലൻസ്കിയെ ഇത്തിരി ചിന്തിപ്പിക്കുന്നുണ്ട്. പക്ഷേ സെലൻസ്കി പലതരത്തിലും ഡ്രോണൊക്കെ വെച്ചുകൊണ്ട് വല്ലാത്ത രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നത്. പക്ഷെ അതേസമയം ഇവിടെ ഇറാൻ ഇതിനെ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണക്കാക്കുകയാണ്. ഇറാൻ പറയുന്നത് അമേരിക്ക ശരിക്കും ആയുധങ്ങളില്ലാതെ ഓടി ഒളിക്കുകയാണ്, പക്ഷെ ഞങ്ങൾ ശക്തമായിട്ട് ആക്രമണം തുടരുമെന്ന് പറഞ്ഞിട്ട് ജോർദാന്റെ ബേസിലും കുവൈറ്റിന്റെ ഉള്ളിലും ഇറാഖിന്റെ എർബിലുള്ള അമേരിക്കൻ ബേസ് കേന്ദ്രീകരിച്ച്, അതേപോലെ കുർദുകളുടെ റെസിഡൻഷ്യൽ ഏരിയ, കുർദുകളുടെ ആയുധശേഖരങ്ങൾ, ഇതെല്ലാം തന്നെ ടാർഗറ്റ് ചെയ്ത് ഇറാൻ അറ്റാക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തുടരെ അറ്റാക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് അമേരിക്ക റിറ്റാലിയേറ്റ് ചെയ്ത് ഇതിനെ നിർത്താൻ പോകുന്നത് എന്നുള്ളത് നമുക്കറിയില്ല. സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിലാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ 4-5 ദിവസങ്ങളായിട്ട് നല്ല രീതിയിൽ ഷിപ്മെൻറ്റ് പൊയ്ക്കൊണ്ടിരുന്നതാണ്. ഇതിപ്പം കഴിഞ്ഞ ലാസ്റ്റ് 2 ഡേയ്സിൽ ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട് മീൻസ് അത് നല്ല രീതിയിൽ ഇന്ത്യക്കുള്ളിലുള്ള എണ്ണക്കപ്പലുകളുടെ വരവിനെയും ബാധിച്ചിട്ടുണ്ടെന്നാണ് വാർത്തകൾ വരുന്നത്. അതുപോലെ ഇസ്രായേൽ ആണെന്നുണ്ടെങ്കിൽ 100 പേരടങ്ങുന്ന 2-3 ട്രൂപ്പുകൾ ഗാസയ്ക്കുള്ളിൽ ഒരു റാലി, അതായത് ഞങ്ങൾ ഗാസയിൽ നിന്ന് പുറത്ത് പോവില്ല എന്നുള്ള സൂചനയുടെ ഭാഗമായിട്ട്, പ്രത്യേകിച്ച് ട്രംപിൻ്റെ ഗാസ പീസ് പ്ലാൻ സെക്കൻഡ് ഫേസ് അനൗൺസ് ചെയ്തതിൻ്റെ പിന്നാലെയാണ് ഇത്തരത്തിലുള്ള ഒരു റാലി IDF ട്രൂപ്സ് ഗാസയ്ക്കുള്ളിൽ നടത്തിയത്. ഒരു ഹമാസ് മെമ്പർ പോലും റാലിയെ ചോദ്യം ചെയ്യാൻ അവിടെ ഉണ്ടായില്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ഇവിടെ അമേരിക്കയ്ക്കാണെന്നുണ്ടെങ്കിൽ ട്രംപിൻ്റെ പ്രഖ്യാപനം വന്നതിന് ശേഷം ഗാസയ്ക്കുള്ളിൽ ശക്തമായ രീതിയിൽ IDF അറ്റാക്ക് തുടരുന്നുണ്ട്. അതായത് സമാധാനത്തിൻ്റെ 2ാം ഘട്ട തീരുമാനം പുറത്തു വന്നതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള ആക്രമണം ഗാസയ്ക്കുള്ളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇസ്രായേൽ. ശരിക്കും അതിനെതിരെ അമേരിക്കയ്ക്ക് വിയോജിപ്പുണ്ട്, ട്രംപ് അഡ്മിനിസ്ട്രേഷന് വിയോജിപ്പുണ്ട്. പക്ഷേ അതേസമയം ഇസ്രായേൽ ആണെന്നുണ്ടെങ്കിൽ ട്രംപിൻ്റെ ഈ പ്രഖ്യാപനത്തിന് അംഗീകരിക്കുന്നില്ല. അതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. അത് മാത്രമല്ല, ലെബനന്റെ ഉള്ളിലും മാരകമായിട്ടുള്ള ആക്രമണങ്ങൾ ഇസ്രായേൽ നടത്തിക്കൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. അഹമ്മദ് ഹുസൈൻ എന്ന് പറഞ്ഞ ഒരു ഹമാസ് മെമ്പറിനെ ഇസ്രായേൽ ഇന്നലെ വധിച്ചിട്ടുണ്ട് ഗാസയ്ക്കുള്ളിൽ. ഒക്ടോബർ 7, 2023 ആക്രമണവുമായിട്ട് ബന്ധമുള്ള വ്യക്തിയാണെന്നാണ് ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ അഹ്മദ് മിയാൻ മുഹമ്മദ് എന്ന് പറഞ്ഞുള്ള ഒരു വ്യക്തിയെയും വധിച്ചിട്ടുണ്ട്. അതുപോലെ വെസ്റ്റ് ബാങ്കിൻ്റെ ഉള്ളിലും ഇസ്രായേൽ തീവ്രവാദികൾക്കെതിരെയുള്ള സെർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വളരെ എഫക്റ്റീവായിട്ടുള്ള സെർച്ചാണ് നടത്തുന്നത്. നിരവധി പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് വെസ്റ്റ് ബാങ്കിൻ്റെ ഉള്ളിൽ. തെബ്നെറ്റ് എന്ന് പറഞ്ഞ സൗത്ത് ലെബനാന്റെ ഭാഗത്ത് ആക്രമണങ്ങൾ ശക്തിപ്പെടുത്തിയിട്ടുണ്ട് ഇസ്രായേൽ. അപ്പോൾ ട്രംപ് ഒരു സൈഡിൽ phase 2 പീസ് പ്ലാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാര്യങ്ങളൊക്കെ പ്രഖ്യാപിക്കുമ്പോഴും ഇസ്രായേൽ അതൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് ശരിക്കും ഗാസയ്ക്കുള്ളിൽ ഒരു തരത്തിലുള്ള ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റിയും അമേരിക്കയ്ക്ക് കൊടുക്കാത്ത രീതിയിലുള്ള ഒരു ആക്രമണ ശൈലിയാണ് തുടരുന്നത്. ഇറ്റ് മീൻസ് ഗാസയിൽ ഒരു ഡോമിനേറ്റഡ് റോൾ അതാണ് ഇസ്രായേൽ ഏറ്റെടുത്തിരിക്കുന്നത്. അത് അങ്ങനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനി ട്രംപിൻ്റെ സൈഡിൽ നിന്നും അത്രമാത്രം ഒരു പ്രഷർ അപ്ലൈ ചെയ്താലേ ഇസ്രായേലിൻ്റെ ഗാസ ഇൻവേഷനെ തടയാൻ സാധിക്കുകയുള്ളൂ. അല്ലാത്ത പക്ഷം ഇസ്രായേൽ ശരിക്കും ഈ വിഷയത്തിൽ ശക്തമായ രീതിയിൽ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. ഇപ്പോഴും ഈ ഇൻ്റർനാഷണൽ സ്റ്റെബിലൈസേഷൻ ഫോഴ്സിനെ ഉള്ളിൽ ഇറക്കണോ വേണ്ടയോ എന്ന് പറഞ്ഞിട്ട് തീരുമാനമെടുക്കാൻ പോലും കപ്പാസിറ്റി ഇല്ലാതെയാണ് അമേരിക്ക ഗാസ പീസ് പ്ലാൻ phase 2 പ്രഖ്യാപിച്ചിരിക്കുന്നത്. പക്ഷേ ഇപ്പോഴും ഇസ്രായേലിൻ്റെ തീരുമാനത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഇസ്രായേലിൻ്റെ ഡിസിഷനാണ് ഇവിടെ ഏറ്റവും ക്രൂഷ്യൽ. അപ്പോൾ എന്തായാലും വളരെ നിർണായകമായിട്ടുള്ള ജിയോ പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ്സ് ആണ് നമ്മൾ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.